ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വലിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ വൈനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2-3 ദിവസമായി ഞാൻ പൈനാപ്പിൾ വൈൻ മണം സഹിക്കാൻ പറ്റാത്തൊരു മണം, അതാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതെല്ലാം പൊട്ടിച്ച് നല്ല തേച്ച് കഴുകണം. എന്താ വെച്ചാൽ നമ്മൾ ഇത് തോൽ ചെത്താണ്ടാണ് വൈൻ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ല തേച്ച് കഴുകിയിട്ട് വരാം കേട്ടോ. അതിന് ഇങ്ങനെ ഒന്ന് തിരികിയാൽ മതി. അപ്പോൾ ഇത് നട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഇരുമ്പ് ബ്രഷ് എടുക്കുക, നല്ല തേച്ച് കഴുകുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് കോലി ചെത്താതെയാണ് ഉണ്ടാക്കുക കേട്ടോ. അതുകൊണ്ടാണ് നല്ല കഴുകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരി അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ പൈനാപ്പിളും നന്നാക്കി കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 കിലോ ഉള്ള കേട്ടോ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് കാരണം ഞാൻ 1 കിലോ പൈനാപ്പിളിൽ ചെയ്യുന്നത്. അത് നന്നായി കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ, അതാണ് എൻ്റെ പ്ലാൻ. ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ. ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ മതി, എനിക്കിത് വലിയ കുക്കറാണ്. ചെറിയ കുക്കർ ശരിക്കും അടിക്കില്ല, വെള്ളമൊക്കെ പുറത്ത് പോകും. ഇത് പോയാൽ മുതലാവില്ല. ആ കുക്കറിൽ ഇതിട്ടു. ഒരു കഷ്ണം പട്ട കാണാണ്ട, ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഏലക്ക ഇടുന്നു. ഒരു 5 ഗ്രാമ്പുണ്ട്, 5 ഗ്രാമ്പ്. ഇനി ഒരു സാധനം ഇതിലേക്ക് 3/4 കപ്പ്, 1 കപ്പില്ല കേട്ടോ, 3/4 കപ്പ് പഞ്ചസാര. ഇത് പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ അധികം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഷുഗറുകാരാ കുടിക്കാൻ പറ്റില്ല. പിന്നെ അധികം മധുരമായ വൈൻ രസം ഉണ്ടാവില്ല. അളവ് പാകത്തിന് മധുരം മതി. പിന്നെ ലാസ്റ്റ് ഒഴിക്കുന്നത് ചായ, കട്ടൻ ചായ കുറച്ച് ഡിക്കേഷൻ തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നാലും അതിനൊരു കളർ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് 1 ലിറ്റർ വെള്ളം. ഇത് നല്ല 3 വിസിൽ വരെ നല്ല അടിക്കും. ഇത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ തൊടില്ല കേട്ടോ. ഇത് നല്ല 3 വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊടില്ല, വെള്ളമാവാൻ പാടില്ല. ഇത് പിന്നെ നല്ല 3 വിസിലടിച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണാം കേട്ടോ. കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല 3 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈവനിങ് ടൈമിൽ അത് തുറന്നിട്ട് എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ചെയ്തിട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ 1ാമത്തെ വിസിലടിച്ചു. ഇനി 2 വിസിൽ കൂടി അടിച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല മണം, ഇവിടെ നിൽക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് നല്ല മണം. ഇനി പെട്ടെന്ന് അടിക്കും 2 വിസിൽ. ഇപ്പോൾ 2ാമത്തെ വിസിൽ അടിച്ചിട്ടാ. ഇനി 1 വിസിലും കൂടി അടിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ 3ാമത്തെ വിസിൽ അടിച്ചു. അടങ്ങിയിരിക്കും.
ഇപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാട്ടാ. അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നല്ലത് തണുത്ത പിറക് നമുക്ക് ഇതിൽ തുറന്നു നോക്കിയിട്ട് എന്താ ചെയ്യണമെന്ന് കാണിക്കാം കേട്ടോ. അപ്പം നമ്മളുണ്ടാക്കി വെച്ച വൈനുണ്ടല്ലോ, നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടും ചൂടില്ല. നമുക്കിത് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ മാറ്റാം കേട്ടോ. ഒന്ന് കുത്തി കൊടുക്കുക. നല്ല വെന്തുണ്ട്, എന്നാലും ഒന്ന് കുത്തി കൊടുത്താൽ വെള്ളം തുള്ളി പോലെ അരുത്തു കൂടെ വരാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ അരുത്തു കൂടെ വെള്ളം സൈഡിൽ കൂടെ പോകാൻ പാടില്ല. ഒന്ന് ഉടച്ച് കൊടുക്കാൻ ചോദിച്ചത് ഉടയുന്നൊന്നുമില്ല. 3 വിസിലടിച്ചതാ. നിങ്ങൾ കണ്ടുണ്ടാവും. മതി എത്ര. ഇപ്പം അതിലേക്ക് 1/2 സ്പൂണ് ഈസ്റ്റ് ഇടുക. 1/2 സ്പൂൺ കേട്ടോ. കാണാനല്ലേ? എന്നിട്ട് നല്ല ഇളക്കുക. ഒട്ടും വെള്ളമില്ലാത്ത കരണ്ടി വെച്ചിട്ട് ഇളക്കുക. വെള്ളം ഇനി പെട്ട് കഴിഞ്ഞാൽ സാധനം നാശമാവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അയ്യോ കഷ്ടപ്പെട്ടത് വെറുതെ എന്നൊന്നും പറയാൻ പാടില്ല. എന്നിട്ട് സ്റ്റീൽ കുക്കറാണെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചാൽ മതി. ഇത് അലുമിനിയം കുക്കറാണ്, അതുകൊണ്ട് നമുക്ക് പാത്രം മാറ്റണം. ഗ്ലാസ് ബൗലിലേക്ക് എൻ്റെ വെയിറ്റ് കാണാണ്ട, ഈ ഗ്ലാസ് ബൗലിലേക്ക് നമുക്ക് ഒഴിക്കണം. ഞാൻ ഒന്നും ചെയ്യില്ല. കണ്ട ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയുള്ള പണി. ഇനി മൂടി വയ്ക്കുക. ഇനി നാളെ ഈ നേരത്ത് തുറന്നിട്ടൊന്ന് ഇളക്കുക. അങ്ങനെ 3 ദിവസം ഇളക്കുക. ഇനി നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തൊടാൻ പാടില്ല. നല്ലൊരു വൃത്തിയുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് മൂടുക. ഇനി തുറക്കാനേ പാടില്ല. ഇപ്പം മണി 8 മണി, കറക്റ്റ് 8 മണി. ഇനി നാളെ 8 മണിക്ക് ഇത് തുറന്നിട്ട് ഇതേമാതിരി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇത്ര പണിയുള്ളൂ. അതുമാതിരി 3 ദിവസം. നാളെ 8 മണിക്ക്, നാളെ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച, 3 ദിവസം നമ്മളിത് ഇളക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം വൈൻ എങ്ങനെയായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം പെടാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം പെട്ടാൽ വൈൻ പൊളിച്ച് പോവും. പിന്നെ നമ്മൾ ചെയ്തതിനൊന്നും ഉപകാരം ഉണ്ടാവില്ല. അപ്പം നാളെ 8 മണിക്ക് ഇനി കാണാം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ നേരത്തെ വൈൻ മൂടി വെച്ചതാണ്. ഇപ്പം എന്തായിന്ന് നമുക്ക് നോക്കാം. 8 മണിയായിട്ടാണ്. നനവില്ലാത്ത കരണ്ടി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ട നല്ല പതക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വെച്ചതല്ലേ. ഇനി 2 ദിവസം കൂടി കഴിയണം കേട്ടോ ഇതെടുക്കാൻ. കണ്ടിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വൈൻ്റെ മണമുണ്ട്. ഇപ്പം തന്നെ വൈൻ്റെ മണമുണ്ട്. നല്ല കേക്കിൻ്റെ ഒക്കെ ഒരു മണം. പൈനാപ്പിൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, സൂപ്പർ മണം. കുത്തിയിട്ടൊന്നുമില്ല നമ്മൾ. മതി തോന്നുന്നുണ്ട്.
നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നാളെ 8 മണിക്ക് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ 3-ാം ദിവസം ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സക്സസ് ആയ മാതിരി നല്ല മണമുണ്ട്. നമുക്കത് നോക്കട്ടെ. നല്ല സൂപ്പറാവുന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ അരിക്കാം കേട്ടോ. ഒരു ഉണങ്ങിയ പാത്രം, ഉണങ്ങിയ അരിപ്പെടുത്തിട്ട് ഇവിടെ അരിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ 3-ാം ദിവസത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് ഊറാൻ വെക്കുന്നുണ്ട്. ഊറിയിട്ട് ഒന്നും കൂടി നമുക്ക് ഫിൽറ്റർ ചെയ്യണം. തുണി അരിപ്പയിൽ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്യണം. പക്ഷെ ഒരു മിസ്റ്റേക്ക് വന്നത് വൈൻ സൂപ്പറായിട്ടുണ്ട്. മധുരം പോരാ. ഇനി ഇത്തിരി മധുരം ഇട്ടിട്ട് മിക്സ് ചെയ്യണം. വേറെ ഒരു പ്രശ്നമില്ല. അരിഷ്ടം കുടിക്കണ മാതിരി തന്നെ തൊണ്ടയിൽ ഞാൻ കുടിച്ച് നോക്കി. കുറച്ച് പോണ സ്ഥലമൊക്കെ ഇങ്ങനെ തന്നെ അരിച്ചിലെടുക്കുന്നുണ്ട്. നല്ല വീര്യമുള്ള വൈനാണ്. പക്ഷേ മധുരമില്ല. അതുകൊണ്ട് എനിക്ക് പോരാ. ഞാൻ ഇത്തിരി മിക്സ് ചെയ്യും പഞ്ചസാര. ഇനി നമുക്ക് നല്ല ഊറിയിട്ട് അരിച്ചിട്ട് കാണാം കേട്ടോ. ഇപ്പം നമുക്ക് ഒരു തുണിയുടെ അരിപ്പയിൽ ഇതൊന്ന് അരിക്കാം. രണ്ടാമതും ഒന്ന് തെളിയണം. കണ്ട ചണ്ടിയുണ്ട്. കണ്ട നമ്മൾ മറ്റേ സ്റ്റീലിൻ്റെ അരിപ്പയിൽ അരിച്ചാലും ചണ്ടിയുണ്ട്. ഇനി ഇത് ഒന്ന് ക്ലിയറായി കുറച്ച് നേരം ഇരുന്ന് വാർന്ന നമ്മുടെ അടിപൊളി വൈൻ ശരിയായി. അപ്പം നമ്മുടെ വൈൻ ഇവിടെ ഇൻസ്റ്റൻറ്റ് പൈനാപ്പിൾ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കുടിച്ച് നോക്കി. ഞാൻ വൈൻ കുടിക്കില്ല. അതെനിക്കൊരു പേടി വൈൻ കുടിക്കാൻ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കുടിക്കാൻ. പക്ഷെ ഞാനധികം വൈൻ കുടിക്കില്ല. ഞാൻ അരിഷ്ടം കൂടെ കുടിക്കാത്ത ആളാണ്. നല്ല തരിപ്പ് ഇറങ്ങിപ്പോണ സ്ഥലമൊക്കെ നന്നായി അറിയുന്നുണ്ട്. അത് കാരണം ഞാൻ വൈൻ കുടിക്കില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വൈൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ വൈൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് തെളിഞ്ഞതായിരുന്നു. പിന്നെയും കലങ്ങിപ്പോയി. അത് നല്ല തെളിഞ്ഞു വന്നതായിരുന്നു. ഞാൻ ഇളകി അത് പിന്നെ ഉറമയ്ക്കണം മറ്റേ പാത്രത്തിൽ. അപ്പോൾ ഓക്കേട്ടാ. ആദ്യത്തെ അറ്റംപ്റ്റാണ്. 4 മോശമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടാ. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും അങ്ങനെ അത്ര അധികം റീച്ചൊന്നും കിട്ടണില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഒന്ന് തെളിവ് വരാണ്ട് ജ്യൂസ് മാതിരി ഇരിക്കണത്. പക്ഷേ നല്ല കുടിക്കുമ്പോൾ വൈൻ മാതിരി തന്നെയുള്ളത്. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്.